ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഈ ചുട്ട് പൊള്ളുന്ന ചൂടത്ത് നമുക്കൊന്നൊരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? കോൾഡ് കോഫി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇതുപോലെ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനിന്ന് നിങ്ങൾക്കൊരു പുതിയ ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. ട്രെൽ എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഈ ട്രെൽ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ഈ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളതിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും കേട്ടോ. അതിൽ പോയി നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ തന്നെയാണ് കേട്ടോ ഞാനതിൽ പേജ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഞാൻ ട്രെൽ എന്ന ആപ്പിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രെൽ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കോൾഡ് കോഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കോൾഡ് കോഫി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലോട്ട് ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കോഫി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പം ഇളം ചൂടുള്ള വെള്ളം ഒരു 6 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോഫി പൗഡറും കൊക്കോ പൗഡറും ഒക്കെ നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി പൗഡറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും മിക്സ് ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കോൾഡ് കോഫി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ പഞ്ചസാര ചേർക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്താലാണ് കേട്ടോ നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കോൾഡ് കോഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഐസ് ക്യൂബാണ്. ഞാനിവിടെ 8 ഐസ് ക്യൂബാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് പാല് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണിത്. 1/2 ലിറ്റർ പാലാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി അടിച്ചെടുക്കണം. 1/2 ലിറ്റർ പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഞാൻ ഈ ജാറൊന്ന് മാറ്റിയിട്ടുണ്ട്. വലിയ ജാറിലിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ നല്ല പോലെ അടിച്ചെടുക്കണം. ഇതുപോലെ പത വരുന്നത് വരെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പത നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് കേട്ടോ ഈ കോൾഡ് കോഫി റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കോൾഡ് കോഫി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. 1/4 ഭാഗത്തോളം മാത്രം ഡ്രിങ്ക് ഒഴിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പതയുണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വാനില ഐസ്ക്രീമിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 സ്പൂൺ ചോക്ലേറ്റ് സോസും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ കോൾഡ് കോഫിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.